ഗുഡ് ഈവനിങ് ആൾ ഓഫ് യു. വെൽക്കം ടു നീൽസ് അക്കാദമി. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന റിലേഷൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ നമുക്ക് റിലേഷൻസും ടൈപ്പ് ഓഫ് റിലേഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി +1 ഫങ്ഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ എത്ര തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഏതൊക്കെ ടൈപ്പുകളാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫങ്ഷൻസ് മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഫങ്ഷൻസ് രണ്ട് തരത്തിലാണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ് രണ്ട് ഫങ്ഷൻസ് എന്ന് നോക്കാം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഫങ്ഷൻ ആണിന്റെ പേരാണ് വൺ വൺ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫങ്ഷന്റെ പേരാണ് വൺ വൺ ഫങ്ഷൻ. ഓക്കെ, ഈ വൺ വൺ ഫങ്ഷന് വേറൊരു പേര് കൂടി ഉണ്ട് നമുക്ക്. ആ പേരാണ് ഇൻജെക്റ്റീവ് ഫങ്ഷൻ. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എത്രയാണ് പറഞ്ഞത്? നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ വൺ ഫങ്ഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഇൻജെക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അപ്പൊ എന്താണ് നമുക്ക് വൺ വൺ ഫങ്ഷൻ എന്ന് നോക്കാം. അപ്പൊ ആദ്യം പറയാൻ പോകുന്നത് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. ടൈപ്പ് ഓഫ് ഫങ്ഷനിലെ ആദ്യത്തെ ഫങ്ഷൻ ആണ് പറയുന്നത് വൺ വൺ ഫങ്ഷൻ അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ വൺ വൺ ആണെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഓക്കെ ഏതാ പറഞ്ഞത്? എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈ സെറ്റ് ടു ബി വൺ വൺ ഇഫ് ഡിഫറെന്റ് എലമെന്റ് ഹാവ് ഡിഫറെന്റ് ഇമേജസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെന്റ് എലമെന്റ്സിന് എന്തുണ്ടായിരിക്കണം? ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ എന്ത് പറയാം? അതിനെ വൺ വൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനൊന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാല് x1 നോട്ട് ഈക്വൽ ടു x2 ആണ് എങ്കിൽ എഫ് ഓഫ് x1 എന്തായിട്ട് മാറണം? എഫ് ഓഫ് x2നോട് ഈക്വൽ ആയിരിക്കരുത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് അതിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് ദാറ്റ് x1 ഈക്വൽ ടു x2. അതായത് അവർ പറയുന്നത് ഇനി അഥവെങ്ങാനും എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2 ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറണം? x1 ഈക്വൽ ടു x2 ആയിട്ട് മാറണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്. ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് വൺ വൺ ഫംഗ്ഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ആണ് ഡിഫറെന്റ് എലമെന്റ്സിന് എന്തുണ്ടായിരിക്കണം? ഡിഫറെന്റ് ഇമേജസ് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയഗ്രാമാറ്റിക്കലി പറയാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എഫ് ഉണ്ട്, രണ്ട് സെറ്റുകൾ എടുക്കുകയാണ് നമ്മൾ. ആദ്യത്തെ സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, അതേപോലെ ഞാൻ പറയുകയാണ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫംഗ്ഷനിൽ ആദ്യത്തെ സെറ്റില് 1 2 3 4 ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റിൽ ഞാൻ 2 3 5 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ 1 എവിടേക്ക് മാപ്പ് ചെയ്യണു? 2ലോട്ട് മാപ്പ് ചെയ്യണു. 2 എവിടേക്ക് മാപ്പ് ചെയ്യണു? 3ലോട്ട് മാപ്പ് ചെയ്യണു. 3 എന്ന് പറയണതിന് 6ലോട്ട് മാപ്പ് ചെയ്യണം. 4 എന്ന് പറയണതിന് എവിടേക്ക് മാപ്പ് ചെയ്യണം? 5ലോട്ട് മാപ്പ് ചെയ്യണം. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? അതായത് നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് 1 ഈക്വൽ ടു എന്താ ഇവിടെ ഉള്ളത്? 2 ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? 3 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 6 ആണ്. എഫ് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു 5 ആണ് അല്ലെ. ഇവിടെ എന്താ സംഭവിച്ചത്? ഡിഫറെന്റ് എലമെന്റ്സ് അല്ലെ, അതായത് ഏലുള്ള ഡിഫറെന്റ് എലമെന്റ്സ് ആരൊക്കെയാ? 1 2 3 4. ഈ ഡിഫറെന്റ് എലമെന്റ്സിന് ഇപ്പുറത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജുകൾ തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഈ ഫംഗ്ഷൻ ഇപ്പൊ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയാം? നമുക്ക് വൺ വൺ ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എടുത്തിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ വൺ വൺ ആയിട്ടുള്ള ഫംഗ്ഷൻസ് തന്നെയാണ് ഉണ്ടാവാറ്, അതോ വൺ വൺ മാറിയിട്ട് വരാറുണ്ടോ അല്ലെ? അതായത് വൺ വൺ അല്ലാത്ത വേറെ വല്ല ഫംഗ്ഷൻസ് ഉണ്ടാവോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞത് വൺ വൺ ആയിട്ടുള്ളതിന് ഒരു ഫംഗ്ഷൻ ആണ് പറഞ്ഞത്. ഇനി വൺ വൺ അല്ലാത്ത ഒരു ഫംഗ്ഷൻ കൂടി ഞാൻ ഡിഫൈൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എങ്ങനെയാ നോക്കിക്കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എഫ് ഡിഫൈൻ ചെയ്യാണ്. എഫ് ഫ്രം എക്സ് ടു വൈ. അതായത് നമ്മൾ എപ്പോഴും എ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അല്ലെ. അപ്പൊ ഞാൻ അതിന്റെ ഡൊമൈനും കോഡൊമൈനും ഒക്കെ മാറ്റി എടുത്തിരിക്കുകയാണ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന സെറ്റ് ഞാൻ ആദ്യം വരയ്ക്കുന്നു. രണ്ടാമത് വരയ്ക്കേണ്ട സെറ്റ് എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്ന സെറ്റാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിലെ എലമെന്റ്സ് എഴുതാൻ പോവുകയാണെങ്കിൽ 1 2 3 4. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എഴുതാണ്
2 3 4 5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള എലമെന്റ്സ് ഏതാട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ 1 എവിടേക്ക് മാപ്പ് ചെയ്യാണ്? 2ലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്. 2 എന്ന് പറയുന്നതും 2ലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. 3 എന്ന് പറയുന്നതും 2ലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ഈ 4 മാത്രം 5ലോട്ട് മാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ അതായത് ഡിഫറെന്റ് ഇമേജസ്, ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് നമുക്ക് കിട്ടിയോ? ഇല്ല അല്ലെ? എന്താ സംഭവിക്കണേ? f(1) എന്ന് പറഞ്ഞാലും നമുക്ക് ആൻസർ എന്താ വരിക? 2 ആണ്. f(2) എന്ന് പറഞ്ഞാലും നമുക്ക് ആൻസർ എന്താ വരുന്നത്? അതായത് 2 ആണ് അല്ലെ? അപ്പോ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? f(1) ഈക്വൽ ടു f(2) അല്ലെ? എന്താ സംഭവിക്കുന്നത്? f(1)ന്റെ വാല്യൂ എന്ന് പറയുന്നതും f(2)ന്റെ വാല്യൂ എന്ന് പറയുന്നതും എന്തായിട്ട് മാറുകയാണ്? 2 തന്നെ വരുന്നത്. പക്ഷേ എന്താ 1 ഈക്വൽ ടു 2 ആണോ? നമുക്ക് അല്ല അല്ലെ? 1 ഡസ് നോട്ട് ഈക്വൽ ടു 2 ആണ്. അപ്പൊ ഇത് ഏത് കണ്ടീഷനെ വയലേറ്റ് ചെയ്തു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറെന്റ് എലമെന്റ്സിന് എങ്ങനത്തെ ഇമേജസ് ഉണ്ടായിരിക്കണം, ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടാവണം എന്ന് പറഞ്ഞ കണ്ടീഷൻ വയലേറ്റ് ചെയ്തില്ലേ അല്ലെ? അപ്പൊ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ അല്ല? 1 ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് മനസ്സിൽ ഒബ്വിയസ്ലി ഒരു ഡൗട്ട് വരണം, ഈ 1 ഫംഗ്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഫംഗ്ഷൻ 1 അല്ല, പക്ഷെ അതിനുകൊണ്ട് ഇതിന് വേറെ ഒരു പേരുണ്ട്. ആ പേരാണ് മെനി വൺ ഫംഗ്ഷൻ. ഓക്കെ, എന്താ പറഞ്ഞത്? മെനി വൺ ഫംഗ്ഷൻ അല്ലെ? ഒരു ഫംഗ്ഷൻ എന്തല്ല? 1 അല്ല എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ഫംഗ്ഷൻ എന്ന് പറയും? മെനി വൺ ഫംഗ്ഷൻ. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തല്ല? 1 ഫംഗ്ഷൻ അല്ല. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പൊ ഇതാണ് നമ്മൾ ബേസിക്കലി പിക്ചറിക്കൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം, ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് എലമെന്റ്സിന് എന്തുണ്ടായിരിക്കണം? ഡിഫറെന്റ് ഇമേജസ് ഉണ്ടായിരിക്കണം. അതാ പറഞ്ഞത്. ഇപ്പോ നമുക്ക് ഒന്നല്ലെങ്കിൽ f(x1) ഈക്വൽ ടു f(x2) ആവുകയാണെന്നുണ്ടെങ്കിൽ ആ x1ഉം x2 എന്തായിട്ട് മാറണം? ഈക്വൽ ആയിട്ട് മാറണം. അതാണ് നമ്മളെ കണ്ടീഷൻ. നേരത്തെ കേസിൽ എന്ത് സംഭവിച്ചു നമുക്ക്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടായിരുന്നില്ലേ അല്ലെ? അതിൽ എന്താ ഉണ്ടായിരുന്നത്? f(x1)ഉം അതേപോലെ തന്നെ f(x2) എന്തായിട്ട് മാറിയിരുന്നു? ഈക്വൽ ആയിട്ട് മാറിയിരുന്നു. പക്ഷെ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് x1 ഈക്വൽ ടു x2 ആയിരുന്നോ? അല്ല അല്ലെ? x1 ഡസ് നോട്ട് ഈക്വൽ ടു x2 ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞേ? അത് 1 അല്ല. 1 അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് ഞാൻ പറഞ്ഞു തന്നല്ലോ. എന്താ പേര് പറഞ്ഞത്? മെനി വൺ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മൂവ് ചെയ്യാം അല്ലെ? അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ അറിയണ്ടേ അല്ലെ? അപ്പൊ നമുക്ക് കുറച്ച് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻസ് തന്നിട്ട് നമ്മളോട് ഇത് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. 1 ആണോ, അല്ലെങ്കിൽ 1ന്റെ മറ്റൊരു പേര് പറഞ്ഞു തന്നിരുന്നു അല്ലെ? എന്താ മറ്റൊരു പേര് പറഞ്ഞത്? 1ന്റെ മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെ? ഇൻജക്ടിവിറ്റി ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത്? തന്നിരിക്കുന്ന ഫംഗ്ഷന് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുക അല്ലെ? അപ്പൊ നമ്മൾ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയാ? നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു ഞാന്, f(x1) is equal to f(x2) അല്ലെ? ഇത് എടുത്തിട്ട് നമ്മൾ അവസാനം എത്തിക്കണം, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് x1 ഈക്വൽ ടു x2 എന്നുള്ളതിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റണം അല്ലെ? ഈ ഒരു കണ്ടീഷൻ പ്രൂവ് ചെയ്ത് കാണിച്ചാലാണ് നമുക്ക് ഏതൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും അത് എന്തായിട്ട് മാറും എന്ന് പറയണം. 1 ഫംഗ്ഷൻ ആവുമെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അതാണ് നോക്കണേ കേട്ടോ. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. f ഫ്രം r to r given by f(x) equal to 2x അല്ലെ? f എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആറിൽ നിന്ന് ആറിലേക്കാണ് അല്ലെ? എന്താ r എന്ന് വെച്ച് കഴിഞ്ഞാല് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പൊ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരുന്നു. എന്താ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞേ? f(x) equal to 2x അല്ലെ? അപ്പൊ ഇവിടെ നമുക്കിത് എന്താണ് ഡിഫൈൻ ചെയ്തതെന്നൊക്കെ നമുക്ക് നോക്കണ്ടേ അല്ലെ? ഇപ്പൊ ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നോക്കാം. എഫ് എന്ന് പറയുന്നത്, സോറി, ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് ആർ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഫംഗ്ഷൻ ആറിന് ആരൊക്കെയാണ്? ഇത് 6 എന്ന് പറയുന്ന സെറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതെന്ന് പറയും രണ്ടാമത്തെ എടുക്കേണ്ടതും 6. ഇവിടെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന മാപ്പാണ് എഫ്. എഫ് എങ്ങനെ എടുത്തിരിക്കുന്നത്? 2x അല്ലെ? അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? കുറെ എലമെന്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ 1 2 3 4 5 6 കുറച്ച് എലമെന്റ്സ് മാത്രമാണ് എഴുതുന്നത്. നമുക്ക് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് പോയിന്റ് നമ്പേഴ്സ് ഉണ്ടാവും, കുറെ നമ്പേഴ്സ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ അവിടെയും ഇവിടെ ഇതേപോലെ ആരുണ്ട്? 1 2 3 4 5 6 ഇങ്ങനെ പോകുന്നു അല്ലെ? 2x ആണ്. അപ്പോ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാല് 2 എവിടേക്ക് മാപ്പ് ചെയ്യും? 1 2ലോട്ട് മാപ്പ് ചെയ്യും. കാരണം എങ്ങനെയാ? എന്തുകൊണ്ടാണ്? 2 into 1 എന്ന് വെച്ചാൽ എന്ത് കിട്ടും? നമുക്ക് 2 കിട്ടും അല്ലെ? അതേപോലെ 2 എവിടേക്ക് മാപ്പ് ചെയ്യാം? 4ലോട്ട്. കാരണം എന്താണ്? 2 into
2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് 4. നമ്മുടെ മാപ്പിങ്ങിന്റെ റൂൾ എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്നുണ്ടായിരുന്നു അല്ലെ. അതേപോലെ 3 എവിടേക്ക് പോവും? 6 പോവും. ഇനി 4 എവിടേക്ക് പോവാ? 8 പോവും. അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിട്ടു. അവിടെ സ്റ്റോപ്പ് ചെയ്യോ? ഇല്ല, കുറെ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്തെ എന്ത് തന്നെയാ വരുന്നത്? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് തന്നെ വരുന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ആരാണ്? 1 ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി ഇത് ഇങ്ങനെയല്ല നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ അല്ലെ? പരീക്ഷയ്ക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ പ്രൂവ് ചെയ്യണ്ടേ? അല്ല, നമുക്ക് കാണിക്കണം. അപ്പൊ ഞാൻ അതിനെ എന്തെടുത്ത് തുടങ്ങണം? എഫ് ഓഫ് x1 ഈക്വൽ ടു എന്ത് പറയണം? നമുക്ക് എഫ് ഓഫ് x2 എടുക്കണം അല്ലെ? വിച്ച് ഇംപ്ലൈസ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താ തന്നിട്ടുണ്ടായിരുന്നു? നമ്മുടെ കയ്യിലെ 2x എന്നാണ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ എഫ് ഓഫ് വൈ എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? 2y എന്ന് എഴുതണം അല്ലെ? എഫ് ഓഫ് സെഡ് എന്ന് എഴുതണമെങ്കിൽ എന്ത് എഴുതണം? 2z അല്ലെ? എഫ് ഓഫ് കെ എന്ന് പറഞ്ഞെങ്കിലോ 2k. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? 2x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോ അതേപോലെ എന്ത് ചെയ്യണം? 2x2 എന്ന് പറയണം അല്ലെ? രണ്ട് സൈഡിലും നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? അതായത് LHS RHSലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്തായിരിക്കും? അതായത് 2x1ന്റെ പകുതി അല്ലെ? ആരുമായിട്ട് മാറും? x1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? x2. അല്ലെങ്കിൽ നമ്മൾ 2ഉം 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? x1 is equal to x2 എന്ന് കിട്ടി. അതന്നെയല്ലേ നമ്മുടെ റൂൾ ഉണ്ടായിരുന്നേ? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് ദാറ്റ് എന്ത് കിട്ടി നമുക്കിപ്പോ? x1 is equal to x2 എന്ന് കിട്ടി അല്ലെ? അപ്പൊ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയണം നമുക്ക്? 1 ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയി? 1 ഫംഗ്ഷൻ ആയി അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ അവിടെ ചെയ്ത് നോക്കാൻ ഒരു ക്വസ്റ്റ്യൻ തരണ്ടേ? ഇപ്പൊ ഇങ്ങനെ തരാം കേട്ടോ. ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തതൊക്കെ ഇതേപോലെ തന്നെയാണ്. എഫ് ഫ്രം ആർ ടു ആർ ബൈ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x. ഓക്കെ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളിപ്പോ ചെയ്ത അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വേറെ ടൈപ്പ് പോയി നോക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു ടൈപ്പാണ്, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ടൈപ്പാണ് എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 മൈനസ് 4x എന്ന് പറയണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ആർന്ന് ആറിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 3 മൈനസ് 4x. ഇതും നമുക്ക് എന്താന്ന് കാണിക്കണം? അതായത് 1 ആണ് കാണിക്കണം അല്ലെ? അപ്പൊ നമ്മൾ എവിടെ നിന്ന് എഴുതി തുടങ്ങണം? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 അല്ലെ? അപ്പൊ എഫ് ഓഫ് x1 ഈക്വൽ ടു നമ്മൾ എന്താ പറയേണ്ടത്? എഫ് ഓഫ് x2 എന്ന് പറയണം. ഓക്കെ, അപ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 3 മൈനസ് 4x എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പോ എഫ് ഓഫ് y എന്നാണെങ്കിൽ അപ്പൊ എന്ത് വരും? 3 മൈനസ് 4y. എഫ് ഓഫ് സെഡ് എന്നാ വന്നിട്ട് എന്ത് വരിക? 3 മൈനസ് 4z. മക്കളെ പറഞ്ഞു നോക്കിക്കേ, എന്താ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതേണ്ടത് നമുക്ക് 3 മൈനസ് 4x1 എന്ന് എഴുതണം അല്ലെ? ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതണം? 3 മൈനസ് 4x2 എന്ന് പറയണം അല്ലെ? രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ആരെ ക്യാൻസൽ ചെയ്ത് കളയാം? 3 കൂടിയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അല്ലെ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതണമായിരുന്നു? മൈനസ് 4x1 ഈക്വൽ ടു മൈനസ് 4x2 എന്ന് എഴുതണം. ഓക്കെ ആണല്ലോ? അടുത്ത സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ആരെ കളയാം? -4നെ കളയാം അല്ലെ? അപ്പൊ എന്ത് കിട്ടി നമുക്ക്? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി അല്ലെ? അപ്പൊ എന്താ ഉണ്ടായേ? നമ്മൾ എഫ് ഓഫ് x1 എഫ് ഓഫ് x2 ഈക്വൽ ആന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനം നമുക്ക് എന്ത് കിട്ടി? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി അല്ലെ? അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായിട്ട് മാറി? ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിട്ട് മാറിയത്? 1 ഫംഗ്ഷൻ ആയിട്ട് മാറി അല്ലെ? അപ്പൊ ഒരെണ്ണം കൂടിയും ചെയ്യാം അല്ലെ? നമുക്ക് ഒന്നുകൂടി ഇങ്ങോട്ട് തറാവാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഫംഗ്ഷൻ കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം. എഫ് ഫ്രം ആർ ടു ആർ ബൈ അല്ലെ? എഫ് ഫ്രം ആർ ടു ബാർ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് 3x ഇങ്ങനെയായിരുന്നു ഫംഗ്ഷൻ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കിക്കേ, കൂടെ ചെയ്ത് പോരാ. നമ്മൾ എന്ത് തുടങ്ങണം? നമുക്ക് എഫ് ഓഫ് x1 ഈക്വൽ ടു എന്ത് പറയണം? എഫ് ഓഫ് x2 അല്ലെ? എന്താ പറയണം? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് വെച്ച് തുടങ്ങണം അല്ലെ? അപ്പോ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? നമുക്ക് 2 പ്ലസ് 3x1 ഈക്വൽ ടു അടുത്ത എന്താ എഴുതണം നമുക്ക്? 2 പ്ലസ് 3x2 അല്ലെ? ഇതിൽ ഡൗട്ട് ഉണ്ടോ?
ഇനി എന്താ ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ? രണ്ട് സൈഡിൽ നിന്നും ആര് പോവും? 2 ക്യാൻസൽ ചെയ്ത് പോവും അല്ലെ? ബാക്കി നമുക്ക് ആരുണ്ടാവുക? 3x1 = 3x2 എന്നുണ്ടാവും അല്ലെ? അപ്പൊ രണ്ട് സൈഡിൽ നിന്നും ആര് ക്യാൻസൽ ചെയ്ത് പോകണം? 3യും 3 കൂടിയും ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പൊ നമുക്ക് എന്ത് പറയണം? x1 = x2 എന്ന് പറയണം. ഓക്കെ, കിട്ടിയോ? എന്താ കിട്ടിയേ? നമ്മൾ f(x1 = f(x2) എന്ന് പറഞ്ഞിട്ടാ തുടങ്ങി അല്ലെ? എന്നിട്ട് അവസാനം നമുക്ക് എവിടേക്ക് എത്തിക്കാൻ പറ്റി? x1 = x2 എന്ന് പറഞ്ഞിട്ട് x1 = x2 എന്ന് എത്തിക്കാൻ പറ്റി അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷൻസ് എന്ത് ഫംഗ്ഷൻ ആയി എന്നാ നമുക്ക് പറയേണ്ടത്? 1 ഫംഗ്ഷൻ ആയി എന്ന് പറഞ്ഞു അല്ലെ? നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഒരെണ്ണം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോംവർക്ക് പോലെ തരാം കേട്ടോ. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി വെക്കുക നിങ്ങള്. നമുക്ക് അടുത്ത പ്രോബ്ലത്തേക്ക് പോവാം. അപ്പൊ f(x a) = എഫ് ഫ്രം എവിടുന്ന് എവിടേക്കെന്ന് നോക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർന്ന് ആറിക്കാണോ അത് എന്നിന്ന് എന്നിക്കാണോ എന്നൊക്കെ നമ്മൾ നല്ലോണം ചെക്ക് ചെയ്യണം. ഇവിടെ എഫ് ഫ്രം ആർ ടു ആർ ആണ്. f(x) എന്ന് പറയുന്നത് 5x - 7 ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ തന്നെന്നാ പറഞ്ഞേ? 1 ആണോ അന്ന് ചെക്ക് ചെയ്യാനാണ് തന്നത് കേട്ടോ. അപ്പൊ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പിക്ക് പോകണം. അപ്പൊ ഒന്നുകൂടി കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോക്കുക നിങ്ങളെ, എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ f(x) = 1 + x². ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഫംഗ്ഷൻ ആണ്. ഇത് 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇത് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെ തുടങ്ങണം. അപ്പൊ നോക്കാം കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കുക. f(x1) = നമ്മൾ എന്തെടുക്കാം? f(x2) എന്ന് എടുക്കാം അല്ലെ? എന്താ നമ്മുടെ f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുള്ളത്? 1 + x² അല്ലെ? അപ്പൊ f(x1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 1 + x1 സ്ക്വയർ = 1 + എന്ത് പറയണം? x2 സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ വരിക? ആര് ക്യാൻസൽ ചെയ്യണം? 1 ക്യാൻസൽ ചെയ്യണം അല്ലെ? ഓരോന്നായിട്ട് ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, ഒന്നിച്ച് ക്യാൻസൽ ചെയ്ത് കളയരുത്. അപ്പൊ നമുക്ക് എന്ത് വരും? x1 സ്ക്വയർ = x2 സ്ക്വയർ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യാൻ പോകുന്ന തെറ്റ് എന്ന് പറയുന്നത് എന്താണ്? വേഗം ആ സ്ക്വയറും കൂടിയാണ് വെട്ടിക്കളഞ്ഞിട്ട് x1 = x2 എന്ന് എഴുതും അല്ലെ? പക്ഷെ അങ്ങനെ എഴുതരുത്, ഇത് എഴുതുന്നത് തെറ്റാണ് അല്ലെ? അങ്ങനെ എഴുതരുത്. അവിടെ എന്താ എഴുതേണ്ടത് ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് എക്സുകളുടെ പവറിൽ ഈവൻ നമ്പേഴ്സ് വരുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയരുത്. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതേണ്ട സംശയം ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. x1 സ്ക്വയർ, ആ x2 അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്ത് വരും? -x2 സ്ക്വയർ = എന്ത് പറയണായിരുന്നു? 0 എന്ന് പറയണം. ഓക്കെയാണ് പറഞ്ഞത്? എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞേ? സ്ക്വയർ കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞേ? അല്ല, അങ്ങനെ കളയരുത് കേട്ടോ. എന്ത് എഴുതണം? x1 സ്ക്വയർ -x2 സ്ക്വയർ = 0 എന്ന് പറയണം അല്ലെ? എന്ന് വെച്ചപ്പോ ഏത് ഫോമിൽ വന്നു നമുക്ക്? a² - b² ഫോമിൽ അല്ലെ? അപ്പൊ എന്താ മക്കളെ a² - b² എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് അത് ഒന്നല്ലെങ്കിൽ a + b × a - b എന്ന് എഴുതണം അല്ലെ? അപ്പോ ഇതിനെങ്ങനെ ഇനി മാറ്റി എഴുതാം? അതായത് ഇങ്ങനെയാണ് റിസൾട്ട് ഓർത്ത് വെക്കണം. a² - b² ആണെന്നുണ്ടെങ്കിൽ = നമ്മൾ എന്താ പറയാറ്? a + b × a - b അല്ലെ? അപ്പൊ അതേപോലെ ഇവിടെ നോക്കിക്കേ, x1 സ്ക്വയർ -x2 സ്ക്വയർ എന്നല്ലേ അല്ലെ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതണം? x1 + x2 × അടുത്ത എന്ത് എഴുതണം നമ്മള്? x1 - x2 = നമ്മൾ എന്ത് പറയണം? 0 പറയണം. ഓക്കെ, അപ്പോ ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട് അല്ലെ? എന്തുണ്ട്? എന്നാൽ x1 + x2 × x1 - x2 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ടീഷൻ വരിക? ഒന്നല്ലെങ്കിൽ ആര് 0 ആവണം? x1 - x2 എന്ന് പറയണത് 0 ആണ്. ഇതിന് നമുക്ക് എന്താ പറയാൻ പറ്റുക? x1 + x2 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും x1 = എന്താ കിട്ടുക? x1 = -x2 എന്ന് കിട്ടും. ഈ രണ്ടാമത്തെ കണ്ടീഷനിൽ നമുക്ക് x1 = എന്ത് പറയാം? x2 എന്ന് കിട്ടും അല്ലെ? അപ്പൊ എന്താ സംഭവിച്ചേ? x1 രണ്ട് ഉത്തരം വരിക. എന്തൊക്കെ രണ്ട് ഉത്തരം വന്നേ? ഒരു ഉത്തരം x2 എന്നും വന്നു, x1 എന്തായിട്ട് മാറും? x2 ആവുന്നു. അതേപോലെ വേറൊരു ഉത്തരം വന്നു, x1 = എന്ത് വന്നു? -x2 എന്നും വന്നു അല്ലെ?
അപ്പൊ x1 എത്ര ഉത്തരം കിട്ടി? 2 കിട്ടി. അങ്ങനെ വരാൻ പാടുമായിരുന്നോ? ഇല്ല. നമുക്ക് എന്താ വരണ്ടേ? 1 ആണെന്നുണ്ടെങ്കിൽ x1 x2 എന്തായിട്ട് മാറണം? ഈക്വൽ ആയിട്ട് മാറണം അല്ലെ? അപ്പൊ ഇവിടെ ഈക്വൽ ആണോ? ഇത് 1 ആണെന്ന് പറയാൻ പറ്റുമോ? അല്ല അല്ലെ? അപ്പൊ ഈ ഫംഗ്ഷൻ എന്തല്ല? 1 അല്ല. അപ്പൊ f ഈസ് നോട്ട് 1. അപ്പോ ഇൻജക്റ്റീവ് ആണ്. അത് 1ന്റെ മറ്റൊരു പേരാണ് എന്ത് പറയണത്? ഇൻജക്റ്റീവ് അല്ലെ? അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ അല്ല? ഇൻജക്റ്റീവ് ഫംഗ്ഷൻ അല്ല എന്നുള്ള കാര്യം. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി ഇത് വളരെ ഇങ്ങനെയല്ലാതെ നമുക്ക് പറയാട്ടോ. ഇങ്ങനെ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഫംഗ്ഷന് എഫ് ഓഫ് 1 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക പറഞ്ഞേ? എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയണം? എക്സ് കാണുന്ന പ്ലേസിൽ 1 കൊടുക്കുക അല്ലെ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 + x² ആണെങ്കിൽ എഫ് ഓഫ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1 + 1² എന്ന് വരും അല്ലെ? ഇതേ ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 1 + 1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും അല്ലെ? അതേപോലെ അടുത്തത് എഫ് ഓഫ് -1 ചെയ്ത് വിചാരിച്ചു. അപ്പൊ എന്താ വരിക നമുക്ക്? 1 + -1ന്റെ എന്ത് പറയും? സ്ക്വയർ വരും. ഓക്കെ. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ കിട്ടിയ നമുക്ക്? 1 + -1ന്റെ സ്ക്വയർ പറഞ്ഞാൽ എന്തിനാ വരിക? 1. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 2 ആണ് അല്ലെ? അപ്പോ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ, എന്താ സംഭവിച്ചത്? എഫ് ഓഫ് 1 എന്ന് പറയുന്നതും ഈക്വൽ ടു ആണ് എഫ് ഓഫ് ആരാണ്? -1. എഫ് ഓഫ് 1 എഫ് ഓഫ് -1 ഈക്വലാ. പക്ഷേ 1 ഈക്വൽ ടു -1 നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലെ? നോട്ട് ഈക്വൽ ടു ആണ്. അപ്പൊ എഫ് ഓഫ് 1 ഈക്വൽ ടു എഫ് ഓഫ് -1 ബട്ട് 1 നോട്ട് ഈക്വൽ ടു -1. അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ അല്ല എന്ന് പറയാം? നോട്ട് 1. അപ്പൊ 2 രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ ചെയ്താലും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ് കേട്ടോ. കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ തരാം കേട്ടോ. അത് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കില്ല. എന്ത് പറയണം? വേറൊരു ഫംഗ്ഷൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് എഫ് ഓഫ് എക്സ് ആയിക്കോട്ടെ. എഫ് ഫ്രം എവിടുന്ന് എവിടേക്കാ ചോദിക്കൂലേ നിങ്ങള്? എഫ് ഫ്രം എവിടുന്ന് എവിടേക്ക് തന്നെയാണ്? ആറിൽ നിന്ന് ആറിലോട്ട് തന്നെയാണ്. ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 + x². ഓക്കെ. ഇത് ഇതേപോലെ ചെയ്ത് നോക്കട്ടോ. ഏത് മെത്തേഡ് പ്രകാരം ചെയ്യണം? ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു മെത്തേഡ് പ്രകാരം ചെയ്തിട്ട് കാണിക്കണം. ഓക്കെ ആണല്ലോ? അതിനുശേഷം നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചാലും കുഴപ്പം. ഓക്കെ അല്ലേ? ഒരെണ്ണം കൂടി ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എപ്പോഴും 6 ആയതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതേ ഫംഗ്ഷൻ ഇങ്ങനെ വരിക പറഞ്ഞു. എഫ് ഫ്രം എന്നിൽ നിന്ന് എന്നിലോട്ടാട്ടോ. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സെറ്റ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് അല്ലെ? എവിടുന്ന എന്താ നാച്ചുറൽ നമ്പർ പറഞ്ഞു കഴിഞ്ഞാല് 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്നതാണ് കേട്ടോ നാച്ചുറൽ നമ്പേഴ്സ്. ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു തന്നിരിക്കുകയാണ് x² ആണ്. അപ്പോ നാച്ചുറൽ നമ്പറിന്ന് നാച്ചുറൽ നമ്പറൊക്കെ ആവുമ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എന്താണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്? 1 ആണോ ചെക്ക് ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് തുടങ്ങും? നമ്മള് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എഴുതും അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണം? വിച്ച് ഇംപ്ലൈസ് ദാറ്റ് x1² ഈക്വൽ ടു x2². വേഗം സ്ക്വയർ ക്യാൻസൽ ചെയ്യാൻ പാടുമോ മക്കളെ? ഇല്ല കേട്ടോ. അവിടെ ശ്രദ്ധിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? x2² ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെ? അപ്പൊ എന്താ പറയാ? x1² -x2² ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫോമിൽ വന്നു? a² - b² ഫോമിൽ വന്നില്ലേ അല്ലെ? a + b × a - b. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയണം? x1 + x2 എന്ന് പറയണം ഇൻറ്റു x1 - x2 ഈക്വൽ ടു 0 എന്ന് പറയണം. ഓക്കെ ആണ് പറഞ്ഞത്? ഓക്കെ. അപ്പോ ഇവിടെ 2 കണ്ടീഷനാണ് വരിക അല്ലെ? എന്താ വരിക? ഒന്നല്ലെങ്കിൽ ആര് വരണം? x1 + x2 ഈക്വൽ ടു 0 വരണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം? അതായത് x1 - x2 എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് എന്താവണം? 0 ആവണം അല്ലെ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും 2 നാച്ചുറൽ നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ മക്കളെ 0 കിട്ടുമോ? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എവിടുന്ന വരുന്നത്? 1, 2, 3, 4, 5 അങ്ങോട്ട് മുന്നിക്കുള്ള നമ്പേഴ്സാ അല്ലെ? അപ്പോ ഏതെങ്കിലും അതായത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഫംഗ്ഷൻ എവിടുന്ന് എവിടേക്കാന്നാ പറഞ്ഞേ? എന്നിൽ നിന്ന് എന്നിലോട്ട് എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ ഏതെങ്കിലും 2 നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടുമോ? ഇല്ല. അപ്പൊ ഈ കേസ് പറ്റുമോ? x1 + x2 ഈക്വൽ ടു 0 എന്നുള്ള കേസ് പറ്റുമോ?
ഇല്ല അല്ലെ, കേസ് നമുക്ക് അവിടുന്ന് ഒഴിവാക്കണം അല്ലെ. അപ്പൊ ഏത് കേസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ? x1 മൈനസ് x2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ x1 മൈനസ് x2 ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്താ പറയാൻ പറ്റുക? x1 ഇസ് ഈക്വൽ ടു x2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഈ ഒരു കേസില് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാന്ന് നമ്മൾ പറയണം? f ഈസ് 1 ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരരുത്, എഫ് ഓഫ് എക്സിന് പകരം 1 പ്ലസ് എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും അതെന്ത് തന്നെ വരിക? 1 ഫംഗ്ഷൻ തന്നെയായി വരിക അല്ലെ. എപ്പ മാത്രം അവിടെ ശ്രദ്ധിക്കണം കേട്ടോ, എഫ് എവിടുന്ന് എവിടേക്ക് ആവണം? നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് ആവണ സമയത്ത്. ഓക്കെ, ഇന്ന് ഡൊമൈൻ ഒന്ന് മാറ്റിയിട്ട് റിയൽ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. എഫ് എന്ന് പറയുന്നത് സെറ്റിൽ നിന്ന് സെറ്റിലോട്ട്. ഓക്കെ, എന്താ ഫംഗ്ഷൻ? ഫംഗ്ഷൻ ഒന്നും മാറ്റണില്ല. ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കണം കേട്ടോ. അപ്പോ എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 ചെക്ക് ചെയ്യാന് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എന്ത് തന്നെ പറയണം നമുക്ക്? എഫ് ഓഫ് എക്സ് ടു എന്ന് പറയണം അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം എന്ത് തന്നെ എഴുതണം നമ്മള്? എക്സ് വൺ സ്ക്വയർ ഈക്വൽ ടു എക്സ് ടു സ്ക്വയർ അല്ലെ. എന്താ പറയണം? എക്സ് വൺ സ്ക്വയർ ഈക്വൽ ടു എക്സ് ടു സ്ക്വയർ എന്ന് വെച്ചാൽ വേഗം ക്യാൻസൽ ചെയ്യാൻ പാടില്ല. എക്സ് വൺ സ്ക്വയർ മൈനസ് എക്സ് ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ. അപ്പൊ വീണ്ടും ഇത് ഏത് ഫോർമാറ്റിൽ ഒന്നുകൂടി മനസ്സിൽ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഏത് ഫോർമാറ്റിലാണ് വന്നിട്ടുള്ളത്? അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിൽ അല്ലെ. അപ്പൊ വേഗം നമ്മൾ എങ്ങനെ എഴുതണമായിരുന്നു? എക്സ് വൺ പ്ലസ് എക്സ് ടു ഇൻറ്റു അടുത്ത് എന്ത് എഴുതണം? എക്സ് വൺ മൈനസ് എക്സ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് പറയണം? 0 എന്ന് പറയണം അല്ലെ. ഇവിടെ ഫംഗ്ഷൻ എവിടുന്ന് എവിടേക്കാന്നാ പറഞ്ഞേ? ഇന്റീജറിന്ന് ഇന്റീജർക്ക് അല്ലെ. ഇന്റീജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മക്കളെ? അതായത് 0 വരാം, 1 മൈനസ് 1 2 മൈനസ് 2, അതായത് പോസിറ്റീവ് നമ്പേഴ്സ് വരാം, നെഗറ്റീവ് നമ്പേഴ്സ് വരാം അല്ലെ. അപ്പൊ ഏതെങ്കിലും രണ്ട് ഇന്റീജേഴ്സ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് 0 വരാൻ പറ്റും? ഇവിടെ പറ്റും അല്ലെ. നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ മാത്രമേ, രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് 0 വരാത്തുള്ളൂ. ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് ഒന്നല്ല എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽ ടു 0 എന്നും വരും, അതേപോലെ എക്സ് വൺ മൈനസ് എക്സ് ടു ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് ഇന്റീജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരുന്ന നമ്പേഴ്സ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ കേസിൽ എക്സ് വൺ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? മൈനസ് എക്സ് ടു എന്ന് കിട്ടും. അതേപോലെ ഈ കേസിൽ എന്ത് കിട്ടും? എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? എക്സ് വണ്ണിന് രണ്ട് ഉത്തരം വന്നു അല്ലെ. എന്താ വന്നത്? എക്സ് വണ്ണിന് രണ്ട് ആൻസേഴ്സ് വന്നു അല്ലെ. എന്തൊക്കെ ആൻസേഴ്സാ വന്നിട്ടുള്ളത്? എക്സ് വൺ ഒന്നല്ലെങ്കിൽ ആരാവും? മൈനസ് എക്സ് ടു ആവും, അല്ലെങ്കിൽ എക്സ് വൺ ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? എക്സ് ടു ആയിട്ട് മാറും അല്ലെ. അപ്പൊ രണ്ട് വാല്യൂ വരാൻ പാടുമോ? ഇല്ല. അപ്പൊ സെഡ് എന്ന് ഇപ്പൊ നമ്മളെ ഇവിടെ നമ്മുടെ മിസ്റ്റേക്ക് എവിടെ സംഭവിക്കുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അങ്ങനെ ശ്രദ്ധിക്കാൻ പാടും, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? പോരാ കേട്ടോ. എവിടെ ഇന്റീജറിന് ഇന്റീജറിക്കാണോ, റിയൽ നമ്പേഴ്സിന് റിയൽ നമ്പേഴ്സിക്കാണോ, നാച്ചുറൽ നമ്പറിന് നാച്ചുറൽ നമ്പറിക്കാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഈ കേസിലൊന്ന് ഈ സെഡ് ടു സെഡ് ആണെങ്കിൽ അത് എന്തല്ല? 1 അല്ല. പക്ഷെ നാച്ചുറൽ നമ്പറിന് നാച്ചുറൽ നമ്പർക്ക് വരുമ്പോ അത് എന്ത് ഫംഗ്ഷൻ ആയിട്ട് മാറും? 1 ഫംഗ്ഷൻ ആയിട്ട് മാറും. ഓക്കെ, ഇനി നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഒരു ഫോം അല്ലാണ്ട് വേറെ ഒരു തരത്തിൽ നമുക്ക് ഫംഗ്ഷനെ റിപ്രസെന്റ് ചെയ്യാം. അപ്പൊ അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ തന്നിരിക്കുന്നത് ലെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണ്, ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? 4 5 6 7 ആണ്. നമ്മുടെ ഫംഗ്ഷൻ എവിടുന്ന് എവിടേക്കാ ഡിഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞേ? എഫ് എയിൽ നിന്ന് ബിയിലോട്ട്. എങ്ങനെയാ തന്നിട്ടുള്ളത്? ഇവിടെ നോക്കിക്കേ, നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ടാണ് തന്നിട്ടുള്ളത് അല്ലെ. എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ 1 4 കോമ ഓർഡേർഡ് പെയർ 2 5 കോമ ഓർഡേർഡ് പെയർ 3 6 അല്ലെ. ഇങ്ങനെ 3 എണ്ണം തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത് അല്ലെ. എന്നിട്ട് ഇത് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താ ചെക്ക് ചെയ്യാൻ പറഞ്ഞേ? 1 ആണോ അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ അർത്ഥം? എഫ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ 1 4 അടുത്തത് 2 5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്? 4 ആണ്. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താ വരിക? 5 ആണ്. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഇസ് ഈക്വൽ ടു 6 ആണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഒന്നുകൂടി പിക്ചറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരച്ചു തരാം കേട്ടോ. അതാകുമ്പോ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പൊ ഇതിൽ എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്, ഇവിടെ നിങ്ങളുടെ ഉള്ള റൂളാണ് എന്ത് പറഞ്ഞേ? എഫ് എന്ന് പറഞ്ഞ് ആദ്യത്തെ സെറ്റിന്റെ ഉള്ളിൽ ആരൊക്കെ എലമെന്റ് ഉണ്ടാവും? 1 2 3 എലമെന്റ് ഉണ്ടാവും. രണ്ടാമത്തെ സെറ്റിന്റെ ഉള്ളിൽ ആരൊക്കെ എലമെന്റ് ഉണ്ടാവും? 4
5 6 7 ഇത്രയും എലമെന്റ് ഉണ്ട് അല്ലെ. 1നെ എവിടേക്ക് മാപ്പ് ചെയ്യണു എന്ന് പറഞ്ഞേ 4ലോട്ട്, 2നെ എവിടേക്ക് മാപ്പ് ചെയ്യണു 5ലോട്ട്, 3നെ എവിടേക്ക് മാപ്പ് ചെയ്യണു 6ലോട്ട് അല്ലെ. നമ്മൾ ആദ്യം പഠിച്ച ഫോർമൽ ഡെഫിനിഷൻ എന്തായിരുന്നു? നമ്മുടെ ഫോർമൽ ഡെഫിനിഷൻ പറഞ്ഞേ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടാവണം അല്ലെ. ഇവിടുന്ന് എല്ലാ എലമെന്റിനും വ്യത്യസ്തമായിട്ടുള്ള ഇമേജ് അല്ലേ വന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ട് ഈ ഫംഗ്ഷൻ നമ്മൾ തുടക്കത്തില് ഡെഫിനിഷൻ ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ട് വരച്ച പോലെ അല്ലെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എവരി എലമെന്റ് ഇൻ എ ഈസ് മാപ്ഡ് ടു ഡിഫറെന്റ് എലമെന്റ് ഇൻ ബി. എയിലുള്ള എല്ലാ എലമെന്റും ഡിഫറെന്റ് എലമെന്റ്സ് ആയിട്ടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മാപ്പ് ചെയ്യണം. അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ എല്ലാ എലമെന്റിനും ഇപ്പുറത്ത് എന്തായിട്ട് മാറണം? ഡിഫറെന്റ് എലമെന്റ്സിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ഇങ്ങനെ മാപ്പ് ചെയ്തത് കൊണ്ട് നമ്മുടെ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റണം? 1 ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഒന്നുകൂടി നോക്കാം കേട്ടോ. അപ്പൊ 1 അല്ലാത്തതിനെ ഞാൻ അതേപോലെ ഒന്ന് പറയാണ്. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4, ബി ഈക്വൽ ടു സെറ്റ് തരികയാണ് ഞാന് 5 6, എന്നിട്ട് എഫ് ഫ്രം എ ടു ബി ആണ് ഡിഫൈൻ ചെയ്യാൻ കേട്ടോ. ഫംഗ്ഷൻ ഡിഫൈൻ എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1, 5, അടുത്തത് 2, 5, then 3, 6, 4, 6. ഇത് 1 ആണോ നോക്കാനാ പറഞ്ഞത് അല്ലെ. ഇപ്പൊ നമുക്ക് ഫിഗർ വരയ്ക്കാം കേട്ടോ. ആദ്യത്തെ സെറ്റിനുള്ളിൽ ആരൊക്കെ ഉണ്ട്? 1 2 3 4 വരും അല്ലെ. രണ്ടാമത്തെ സെറ്റിനുള്ളിൽ ആരൊക്കെ ഉള്ളത്? 5 6. 1നെ എവിടേക്ക് മാപ്പ് ചെയ്യണു? 5ലോട്ട് മാപ്പ് ചെയ്യണു. 2നെ എവിടേക്ക് മാപ്പ് ചെയ്യണേ? 5ലോട്ട്. 3നെ എവിടേക്ക് മാപ്പ് ചെയ്യണു? 6. 4നെ എവിടേക്കാ മാപ്പ് ചെയ്യണേ? 6ലോട്ട്. അപ്പൊ ഇത് ശരിയായോ? ഇല്ല. അതായത് ഇമേജസ് ഉണ്ട് അല്ലെ. എയിലുള്ള എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എല്ലാത്തിനും ഇപ്പുറത്ത് ഇമേജ് ഉണ്ട്, പക്ഷെ ഡിഫറെന്റ് എലമെന്റ്സ് ആണോ? അല്ല, സെയിം എലമെന്റ് അല്ലെ. 1ഉം 2ഉം എന്തിലോട്ട് തന്നെ മാപ്പ് ചെയ്യണം? 5ലോട്ട് മാപ്പ് ചെയ്യണം. അങ്ങനെ വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ അല്ല? നോട്ട് 1 അല്ലെ. 1 ആണോ ഇത്? അല്ല. അപ്പൊ നമ്മൾ എന്ത് പറയണം? നോട്ട് 1 അല്ലെങ്കിൽ അതിന്റെ ഒരു പേര് കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, മെനി 1. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ടൈപ്പ് പഠിച്ചു വെച്ചു. എന്താ ടൈപ്പിന്റെ പേര് പറഞ്ഞത്? 1 ഫംഗ്ഷൻ. ഓക്കെ, ഇനി 1 2 നിങ്ങൾക്ക് പ്രാക്ടീസിനായിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നോക്കാം. ഇത് ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞ എന്താ പറഞ്ഞേ? എഫ് ഫ്രം എൻ ടു എൻ. ശ്രദ്ധിക്കണം, എന്നിൽ നിന്ന് എന്നിക്കാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 5. അടുത്തത് എന്താണ്? ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? x². ഈ തന്നിരിക്കുന്ന രണ്ടെണ്ണം എന്താണോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതായത് 1 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് അല്ലെ, പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ഫംഗ്ഷൻ ആണ് പറയാൻ. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷന്റെ പേരാണ് എന്താ? ഫംഗ്ഷന്റെ പേര് നോക്കിക്കേ, ഓൺ ടു ഫംഗ്ഷൻ അല്ലെ. ഇത് ഫംഗ്ഷൻ എന്ന് പറയണം. രണ്ടാമത്തെ ഫംഗ്ഷന്റെ പേര് എന്താന്ന് പറയണം? ഓൺ ടു ഫംഗ്ഷൻ അല്ലെ. ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ എന്ന് പറയണം? സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ് സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോണത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തിന് 1 മറ്റു പേരെന്താ പറഞ്ഞത്? ഇൻജക്റ്റീവ്. രണ്ടാമത്തെ ഓൺ ടു അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് സെറ്റ് ടു ബി ഓൺ ടു ഓർ സർജക്റ്റീവ് അല്ലെ. ഒരു ഫംഗ്ഷനെ നമുക്ക് എന്ത് പറയണം? ഓൺ ടു എന്ന് പറയണം, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താന്ന് പറഞ്ഞത്? സർജക്റ്റീവ് എന്ന് പറയണം അല്ലെ. സർജക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്താ പറയണേ? ഇഫ് എവരി എലമെന്റ് ഓഫ് ബി is a image of some elements of A under F അല്ലെ. അതായത് ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്ത് എന്തുണ്ടായിരിക്കണം? ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം എന്ന് പറയും. ഓക്കെ, എന്താ പറഞ്ഞത്? അതായത് എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഇഫ് എവരി എലമെന്റ് ഓഫ് ബി, ഇതിലുള്ള എല്ലാ എലമെന്റിനും there is some image of എലിമെന്റ്സ് ഓഫ് എ അല്ലെ. അതായത് ഞാൻ പറയാണ്, എ എന്ന് പറയുന്ന ഒരു സെറ്റും ബി എന്ന് പറയുന്ന ഒരു സെറ്റും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര എലമെന്റ് ഉണ്ടോ അവർക്കൊക്കെ അപ്പുറത്ത് എന്തുണ്ടായിരിക്കണം എന്ന് നമ്മൾ പറയണം? ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിട്ട് മാറും എന്ന് പറയണം? ഓൺ ടു ഫംഗ്ഷൻ ആയിട്ട് മാറും എന്ന് പറയണം. ഓക്കെ അല്ലേ?
ഞാനത് പിക്ചോറിക്കൽ നിങ്ങൾക്ക് വരച്ചു തരാം. അതാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറച്ചുകൂടി ക്രാക്ക് ചെയ്തെക്കും. ഇപ്പൊ AB എന്നുള്ള ഒരു ഇതാണ്. ഇവിടെ 1 2 3 4, ഇവിടെ 3 4 5. ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ മാപ്പ് ചെയ്തിരിക്കാം കേട്ടോ. അതായത് 1 4 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണ് നോക്കാം അല്ലെ. ഓൺ ടു അവിടെ നിന്നെങ്കിൽ എന്താ പറഞ്ഞേ, ബിയിലുള്ള എല്ലാ എലമെന്റിനും ഇപ്പുറത്തൊരു ഇമേജ് ഉണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ 3ക്ക് ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, ആരാ 1. 4ന് ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, ആരാ 2. 5ന് ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, അതാരാ 3 അല്ലെ. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം, ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ഇനി വേറൊരു കേസ് ഞാൻ പറഞ്ഞു തരാം. ഇതേപോലെ തന്നെയാണ്. ഇവിടെ 2 എണ്ണം വരച്ചു. അതായത് ഇവിടെ 1 2 3 4 5 നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം കേട്ടോ. 6 7 8 9. അപ്പൊ 1 6ലോട്ട് മാപ്പ് ചെയ്യണു, 7 2ലോട്ട് മാപ്പ് ചെയ്യണു, 8 എന്ന് പറയണേ 3ലോട്ട് മാപ്പ് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ വിചാരിച്ചോ. അപ്പൊ ഈ ഫംഗ്ഷൻ ഓട്ട് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യണ്ടേ, ബിയിലുള്ള ദാട്ടോ ബി, അതായത് ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ ബിയിലുള്ള എല്ലാവർക്കും ഇപ്പുറത്ത് എന്തുണ്ടായിരിക്കണം എന്ന് പറയണം, ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം എന്ന് പറയണം അല്ലെ. എന്താ പറയേണ്ടത്, ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്തെ ഒരു പ്രീ ഇമേജ് ആണ്. പക്ഷെ ഇവിടെ 9 ബിയിലുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തെ എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ, ഇല്ല അല്ലെ. ഇവിടെ ഇല്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ അല്ല, ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഓക്കെ, അതാണ് നമുക്ക് പിക്ചോറിക്കലി മനസ്സിലാക്കാനുള്ളത്. പക്ഷേ ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എഴുതണ്ടേ അല്ലെ. അപ്പൊ അത് ചെയ്യാനുള്ള വേർഡാണ്, ശ്രദ്ധിക്കണം, ഈ വേർഡാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ എവരി y എലമെന്റ് ഓഫ് ബി. ബിയിലുള്ള ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും there exist a element x in a such that എന്ത് കണ്ടീഷൻ പറയണം, f of x equal to y. അതായത് ബിയിലുള്ള ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊരു എലമെന്റ് ഉണ്ടായിരിക്കണം, സച്ച് ദാറ്റ് എന്ത് കണ്ടീഷൻ പറയണം, നമുക്ക് f of x equal to y എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, റൈറ്റ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. എക്സിന് എന്ത് ചെയ്യാം, ഇൻ ടേംസ് ഓഫ് വൈ എഴുതിയിട്ട് അതായത് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ. അത് നമുക്ക് എന്താ കണ്ടീഷൻ എന്നുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോ ഇനി പ്രോബ്ലംസിക്ക് നോക്കാം. നമ്മളിവിടെ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ. ഫംഗ്ഷൻ തന്നിട്ടുള്ളത് എന്താ തന്നിട്ടുള്ളത്, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് അതോട് ശ്രദ്ധിക്കണം കേട്ടോ, ആറിൽ നിന്ന് ആറിലോട്ടാണ് നമ്മുടെ ഫംഗ്ഷന് കൂടി ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കണേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x എന്ന് പറയും. അപ്പോ ഇങ്ങനെയുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ഇതാണ് നമ്മുടെ ഉള്ളത്, ഇത് 6 ഇത് 6 കേട്ടോ. കാരണം നമ്മുടെ ഫംഗ്ഷൻ 6 എന്ന് 6 എടുക്കാൻ ഇതൊന്നും ഒരു എലമെന്റ് നമ്മൾ ചൂസ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്ത് എന്തുണ്ടെന്ന് കാണിക്കണം, ഒരു എക്സ് ഉണ്ട് എന്ന് കാണിക്കണം. സച്ച് ദാറ്റ് എന്ത് എഴുതാൻ പറ്റണം, നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എലമെന്റ് നമ്മൾ ഇവിടുന്ന് എടുക്കണം, കോഡൈമെന്റ് എടുക്കണം. ഇപ്പൊ വൈ എലമെന്റ് ഓഫ് ആർ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആവുന്ന തരത്തിൽ ഒരു എലമെന്റ് കണ്ടുപിടിക്കല്ലേ വേണ്ടേ. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു. അപ്പോ വൈ ഈക്വൽ ടു എന്താ നമ്മുടെ എഫ് ഓഫ് എക്സ് ഉണ്ടായിരുന്നേ 3x. ഇതിന് എക്സ് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോ ഓക്കെ, ഒന്നുകൂടി വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. എഫ് ഓഫ് എക്സ് എന്താ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് 3x ഈക്വൽ ടു വൈ. അപ്പൊ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയണം, y/3. അപ്പൊ ഈ y/3 എവിടെ ഉള്ളത് നമ്പർ ആണ്, റിയൽ നമ്പേഴ്സിലുള്ള. സച്ച് ദാറ്റ് ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് y തന്നെ കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. അപ്പോ എഫ് ഓഫ് എക്സ്, എക്സിന് പകരം എന്താ നമുക്ക് ഇവിടെ കിട്ടി, എക്സ് ഈക്വൽ ടു y/3 അല്ലെ. ഇപ്പൊ എഫ് ഓഫ് y/3 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ നമ്മുടെ എഫ് ഓഫ് എക്സ് ഉണ്ടായിരുന്നത് 3x അല്ലെ. എഫ് ഓഫ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണം 3y. അപ്പൊ എഫ് ഓഫ് y/3 എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ 3 ഇൻറ്റു y/3 അല്ലെ. അപ്പൊ ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3 കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, y വന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, അതായത് ഏതൊരു y എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് ഉണ്ട്. എക്സ് ആരാന്ന് പറഞ്ഞേ y/3 സച്ച് ദാറ്റ് എന്ത് കണ്ടീഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയാം നമുക്ക്, ഈസ് ഓൺ ടു ഫംഗ്ഷൻ അല്ലെ. ഏതെന്ത് ഫംഗ്ഷൻ ആയെന്നാ പറഞ്ഞേ, ഓൺ ടു ഫംഗ്ഷൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ജസ്റ്റ് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതി പിടിപ്പിക്കാൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാട്ടോ. അപ്പൊ നമ്മളിവിടെ പറയാം, ഒന്നുകൂടി ഞാനത് പറയാം. y ഈക്വൽ ടു അതായത് ആറിന്ന് എടുത്തു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതി, അവിടുന്ന് എക്സ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് എവരി y എലമെന്റ് ഓഫ് ആർ there exists a real number y/3 element of R
എന്ന് പറയുന്നത്. അതുകൊണ്ട് എഫ് എന്ത് പറയണം? ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറയണം അല്ലെ? ഓക്കെ, ഇനി അടുത്തൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ അടുത്ത ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + 7. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. എഫ് എവിടുന്ന് എവിടേക്കാണ്? ആറിൽ നിന്ന് ആറിലേക്കാണ്. അപ്പൊ നമ്മൾ ഓൺ ടു ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് y എവിടുന്ന് എടുക്കണം? ആറിന്ന് എടുക്കണം. അപ്പൊ വൈക്ക് കറസ്പോണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് പിക്ചോറിക്കൽ റിപ്രസെന്റേഷൻ. ആറിൽ നിന്ന് ആറൊക്കെയാണെങ്കിൽ ഇവിടുന്ന് ഏതൊരു y എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്ത് ഒരു എക്സ് ഉണ്ടാവണം. സച്ച് ദാറ്റ് എന്ത് കണ്ടീഷൻ വരണം? നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്ന് എഴുതാൻ പറ്റണം. അങ്ങനെയുള്ള തരത്തിൽ ഒരു എക്സിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോണത്. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ ഇനി നമുക്ക് നോക്കാം കേട്ടോ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് എന്ത് എഴുതണം എന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്ന് എഴുതണമായിരുന്നു അല്ലെ? എന്താ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ഉണ്ടായിരുന്നത്? 4x + 7. അപ്പൊ നമ്മൾ എന്ത് പറയണം? 4x + 7 ഈക്വൽ ടു y എന്ന് പറയും. +7 അങ്ങോട്ട് കൊണ്ടുപോയി എന്ത് വരും? 4x ഈക്വൽ ടു y - 7 എന്ന് വരും. ഇവിടുന്ന് ആരെ ഒഴിവാക്കണം? ഇൻറ്റു 4. എക്സ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക? എക്സ് ഈക്വൽ ടു y - 7 ഡിവൈഡഡ് ബൈ 4. ഇതെവിടെ ഉണ്ടായിരിക്കണം? ആറിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് കിട്ടി അല്ലെ? അതായത് ആറിലുള്ള ഏതൊരു y എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തുള്ള ഒരു എക്സ് ആരാന്ന് പറഞ്ഞത്? y - 7/4. ഇനി ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് y തന്നെ കിട്ടുന്നുണ്ടോ നോക്കണം അല്ലെ? ഇപ്പൊ എഫ് ഓഫ് എക്സ് എക്സിന് പകരം എന്തെടുത്താൽ മതി? y - 7 ഡിവൈഡഡ് ബൈ 4 അല്ലെ? എന്താ നമ്മുടെ ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + 7. അവിടെ എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? y - 7 അല്ലെ? അപ്പൊ 4 ഇൻറ്റു എക്സിന് പകരം നമ്മൾ ഇനി എന്ത് എഴുതണം? y - 7 ഹോൾ ഡിവൈഡഡ് ബൈ 4 + 7 എഴുതണം അല്ലെ? ഇൻറ്റു 4ഉം ഡിവൈഡഡ് ബൈ 4ഉം ക്യാൻസൽ ചെയ്ത് പോയി. വിച്ച് ഇസ് ഈക്വൽ ടു y - 7 പ്ലസ് നമുക്ക് എന്ത് വരും? 7 എന്ന് വരും അല്ലെ? വിച്ച് ഇസ് ഈക്വൽ ടു -7 + 7 കൂടി അത് എന്തായിട്ട് പോയി? 0 ആയിട്ട് മാറും. വിച്ച് ഇസ് ഈക്വൽ ടു y അല്ലെ? അപ്പൊ എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്ന് കിട്ടിയില്ലേ അല്ലെ? അപ്പൊ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയണം നമുക്ക്. അതായത് ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറയണം. ഓക്കെ, എന്ത് ഫംഗ്ഷൻ ആണ് കിട്ടിയത്? ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരെണ്ണം കേട്ടോ. എന്താ പറഞ്ഞിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² എന്ന് തന്നിരിക്കുകയാണ്. ഇതെന്താണോ ചെക്ക് ചെയ്യണം? ഓൺ ടു ഫംഗ്ഷൻ ആണോ നോക്കണം അല്ലെ? അപ്പൊ ഓൺ ടു ആണോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനിതും പറയാം. എഫ് എവിടെ നിന്നാണ്? ആറിൽ നിന്ന് ആറിലോട്ടാട്ടോ. ഇപ്പൊ ഫിഗർ വരയ്ക്കാം ഞാൻ. ആറ് എന്ന് പറയുമ്പോൾ കുറച്ചുണ്ട് കേട്ടോ. എല്ലാം ഒന്നും നമുക്ക് പോയി വരയ്ക്കാൻ പറ്റില്ല. കുറച്ച് അല്ല, എല്ലാ എലമെന്റ്സിനും എഴുതാൻ പറ്റില്ല. ഇപ്പൊ 1, 2, 3, 4, 5, 6 ഇങ്ങനെ പോവാ. ഇവിടെ ഇതേപോലെ ആരുണ്ടാവും? 1, 2, 3, 4, 5, 6 അങ്ങനെ കേട്ടോ, നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ. ഫംഗ്ഷന്റെ മാപ്പിംഗ് ഇവിടെ എന്താന്ന് പറഞ്ഞേ? x² അല്ലെ? 1 എവിടേക്ക് മാപ്പ് ചെയ്യാം? 1ന്റെ സ്ക്വയറിലോട്ട്. 2 എവിടേക്ക് മാപ്പ് ചെയ്യാം? 4ലോട്ട്. 3 എവിടേക്കാ പോവാ? ഇങ്ങനെ പോയി ഇവിടെ ആരുണ്ടാവും? 9 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 3 എവിടേക്കാ പോവാ? 9ക്ക് പോവാം. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മള് ഓൺ ടു ആവണമെന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ പറഞ്ഞേ? അതായത് ബിയിലുള്ള എല്ലാ സെറ്റിനും, അതായത് ഇവിടെയുള്ള ഈ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്തെ ഒരു പ്രീ ഇമേജ് വേണമെന്നല്ലേ പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ 2 ഉണ്ട്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തെ എവിടെയെങ്കിലും ഇമേജ് ഉണ്ടോ? ഇല്ല അല്ലെ? 3 എവിടെ ഉണ്ട്? ഈ സെറ്റിലുണ്ട്. ഇവിടെ ഇപ്പുറത്തെ ഒരു ഇമേജ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇയാൾ ആരല്ല? നോട്ട് ഓൺ ടു ഫംഗ്ഷൻ അല്ലെ? ഇതെന്ത് ഫംഗ്ഷൻ അല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇനി അത് നമുക്ക് എങ്ങനെ എഴുതി പിടിപ്പിക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പൊ പറയേണ്ടത് y എലമെന്റ് ഓഫ് ആർ, കോഡൊമൈനിൽ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാല് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്ന് വരും. സിംപ്ലൈസ് ദാറ്റ് x² ഈക്വൽ ടു y. എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? +or - എന്ന് പറയാം അല്ലെ? അപ്പോ ഇഫ് y ഈക്വൽ ടു -1 ആണ്, there cannot exist a real number that is satisfying x² ഈക്വൽ ടു -1. അതായത് ഒരു റിയൽ നമ്പർ ഇല്ല. x² ഈക്വൽ ടു -1 എന്ന് പറയണത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നമ്പറാ കിട്ടുക? കോംപ്ലക്സ് നമ്പേഴ്സാ വരിക അല്ലെ? അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? കോംപ്ലക്സ് നമ്പർ വരും. അതുകൊണ്ട് ഇതെന്തല്ല? ഓൺ ടു അല്ല. എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെ എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവുക. നമ്മൾ പറയാ 2 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ട്? കോഡൊമൈനിലുണ്ട്. പക്ഷെ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്ത് എന്തില്ല? ഒരു പ്രീ ഇമേജ് ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 1-2 പ്രോബ്ലംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക.
താഴെ തന്നിരിക്കുന്ന ഫങ്ഷൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഹിന്റ് തരാം. ആർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് കേട്ടോ. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ദ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, അത് നോക്കുക. പിന്നെ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 5x - 3 അല്ലെ? അത് ദെൻ നാച്ചുറൽ നമ്പറിനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു x². ഈ മൂന്നെണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് 1 ആണോ അല്ലെങ്കിൽ ഓൺ 2 ആണോ എന്ന് നമ്മളൊന്ന് നോക്കാം കേട്ടോ. ഇനി ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫങ്ഷൻസ്, എത്ര ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട് പറഞ്ഞു? 2 ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട് പറഞ്ഞു അല്ലെ? ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ? 1 ഫങ്ഷനും ഉണ്ടായിരുന്നു, അതേപോലെ ഓൺ 2 ഫങ്ഷൻസും ഉണ്ടായിരുന്നു പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ള ഫങ്ഷൻ ആണ് നിങ്ങളുടെ പേരാണ് ബൈജക്റ്റീവ് ഫങ്ഷൻ. ഓക്കെ, എന്താ പറയേണ്ടത്? ബൈജക്റ്റീവ് ഫങ്ഷൻ. അപ്പൊ എപ്പോഴാണ് ഒരു ഫങ്ഷൻ എന്തായിട്ട് മാറുക നമ്മൾ നോക്കണം? ബൈജക്റ്റീവ് ഫങ്ഷൻ ആയിട്ട് മാറുക നോക്കണം അല്ലെ? ഓക്കെ, ഇപ്പൊ എന്താ പറയണ? ഒരു ഫങ്ഷൻ എപ്പോഴാണ് ബൈജക്റ്റീവ് ഫങ്ഷൻ ആവുക? അപ്പൊ ഒരു ഫങ്ഷൻ 1 ആണ് ഓൺ 2 ആണെന്നുണ്ടെങ്കിൽ ആ ഫങ്ഷൻ എന്ത് ഫങ്ഷൻ ആയിട്ട് മാറും? ബൈജക്റ്റീവ് ഫങ്ഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അടുത്തതാണ് ഡെഫിനിഷൻ ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എ ഫങ്ഷൻ f from a to b is a bijective function അല്ലെ? എന്ത് ഫങ്ഷൻ എന്നാ പറഞ്ഞത്? ബൈജക്റ്റീവ് ഫങ്ഷൻ if it is both 1 and on 2. ഓക്കെ, ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറണം? ബോത്ത് 1 ആൻഡ് ഓൺ 2. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഒരു ഫംഗ്ഷന് 1 ആവാണ്, ഓൺ 2 ആവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയാമെന്ന് പറഞ്ഞേ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് മാറണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അതാണ് ഓർത്ത് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ അടുത്തത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് പറയും? അതിന്റെ ഇൻവേഴ്സ് കൂടി കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പൊ ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനെ കൂടിയാണെന്ന് പറയും? ഇൻവേർട്ടിബിൾ എന്ന് പറയും. ഒന്നുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. ബൈജക്റ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് പറയുമെന്ന് പറയണം? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആയിട്ട് മാറും. ഇൻവേർട്ടിബിൾ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കൂടി എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, എന്തുകൂടി എക്സിസ്റ്റ് ചെയ്യും? ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കൂടി എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ അതിനെ നമ്മൾ പറയുന്നതാണ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ 1 ഓൺ 2 ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിട്ട് മാറും? ഇൻവേർട്ടിബിൾ ആയിട്ട് മാറും എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ആദ്യത്തെ എക്സാമ്പിൾ ആ പറയുന്നത്. ഞാൻ എസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെറ്റ് 1 2 3. ഓക്കെ, എസ് എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? 1 2 3 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എഫ് ഫ്രം എവിടുന്ന് എവിടേക്കാണ്? എസിൽ നിന്ന് എസിലോട്ടാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1, 1, അടുത്തത് 2, 2, അടുത്തത് 3, 3 എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണോ ചെക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എസ് എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്, 1 2 3 ആണ്. അതേപോലെ എഫ് എസ് എന്ന് എസിലോട്ടാണ് ഫംഗ്ഷന് തന്നിരിക്കുന്നത്. 1നെ 1ലോട്ട് മാപ്പ്. എന്താ സെറ്റ് ഓഫ് ഓൾ 1 1 2 2 3 3 എന്ന് പറഞ്ഞാൽ 1 1ലോട്ട് മാപ്പ് ചെയ്യണോ, 2 2ലോട്ട് മാപ്പ് ചെയ്യണോ, 3 3ലോട്ട്. അപ്പൊ ഇത് എന്താണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? 1 1 അതിനെ ഓൺ 2 ആണോ ചെക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എസ് ഇവിടെ എസിന്റെ ഉള്ളിൽ എന്തേ ഉള്ളൂ? 1 2 3. ഇവിടെ എന്താ പറയാ? 1 2 3. അപ്പൊ 1ന് 1ക്ക്, 2ന് 2ക്ക്, 3ന് എവിടേക്ക് മാപ്പ് ചെയ്യണേ? 3. അപ്പൊ എയിലുള്ള എല്ലാ എലമെന്റ്സിനെയും ബിയിലുള്ള ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് മാപ്പ് ചെയ്ത് ആണ് അല്ലെ? 1ന് എവിടേക്ക് പോണു? 1ലോട്ട്, 2 2ലോട്ട്, 3 3ലോട്ട്. അപ്പോ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയി എന്ന് പറയാം? നമുക്ക് 1 1 ഫംഗ്ഷൻ ആയി എന്ന് പറയാൻ പറ്റും അല്ലെ? തിരിച്ച് ഇവിടെ ഉള്ള ഈ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്ത് ഒരു പ്രീഇമേജ് ഇല്ലേ? പ്രീഇമേജും ഉണ്ട് അല്ലെ? പ്രീഇമേജ് ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ഇത് ഓൺ 2 ആണെന്ന് പറയാൻ പറ്റും. 1 1 ഓൺ 2 ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ആരാവുന്ന പറയേണ്ടത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് മാറും. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ അത് ആരായിട്ട് മാറും? ഇൻവേർട്ടിബിൾ ആയിട്ട് മാറും.
ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്ന പറഞ്ഞേ, എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ എഫ് ഇൻവേഴ്സ് എഴുതാൻ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിലുള്ള ഓർഡേർഡ് പെയേഴ്സിന് എന്ത് ചെയ്യുക, റിവേഴ്സ് ഓർഡർ എഴുതാം. 1 1 തിരിച്ചിട്ടാലും എന്തെന്നെ വരിക, 1 1 തന്നെ ഏട്ടാ വരിക. 2 2 തിരിച്ചിട്ടാൽ 2 2 തന്നെ വരും. ഓക്കെ ആണല്ലോ പറഞ്ഞേ. വേറൊരു എക്സാമ്പിൾ നമുക്ക് മാറ്റി വെച്ച് ചെയ്യാം, അപ്പോ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എസ് എന്ന് പറയുന്നത് സെറ്റ് 1 2 3 എന്ന് പറയുന്നതാണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഫ്രം എസ് ടു എസ്, എസിൽ നിന്ന് എസിലോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ, ഒന്ന് ശ്രദ്ധിക്കുക, അതായത് 1 3, പിന്നെ ഡിഫൈൻ ചെയ്യുന്നത് 3 2, നെക്സ്റ്റ് 2 1. ഓക്കെ, അപ്പൊ ഇത് എന്താണോ ചെക്ക് ചെയ്യണം, നമുക്ക് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1 ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമുക്ക് ഇൻവേർട്ടിബിൾ ആണ്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലെ. ഇപ്പൊ നമ്മൾ റൈസ് ചെയ്ത് വരച്ചു നോക്കിയാൽ മതി, കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ഉള്ളില് 1 2 3 എന്ന് പറയാം അല്ലെ. അതേപോലെ ഇവിടെ എന്തിന്റെ വരും, നമുക്ക് 1 2 3. 1നെ എവിടേക്ക് മാപ്പ് ചെയ്യാൻ, സോറി 1നെ, ഒരു മിനിറ്റ് കേട്ടോ, 1 2 3 1 2 3. 1നെ എവിടേക്ക് മാപ്പ് ചെയ്യണു, 3ക്ക് മാപ്പ് ചെയ്യണു. 3നെ എവിടേക്ക് മാപ്പ് ചെയ്യണു, 2ലോട്ട്. 2 എവിടേക്ക് മാപ്പ് ചെയ്യണു, 1ലോട്ട് അല്ലെ. എയിലുള്ള എല്ലാ എലമെന്റ്സിനും ബിയിൽ എന്ത് എലമെന്റ് തന്നെയുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഉള്ളത്. ഇനി ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും പുറത്ത് എന്തുണ്ട്, ഒരു പ്രീ ഇമേജും ഉണ്ട് അല്ലെ. അപ്പൊ ആരായി, 1 1 ഓൺ 2 ആയി. 1 1 ഓൺ 2 ആയി കഴിഞ്ഞാൽ എന്തായി എന്ന് പറയണം, ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് മാറണം അല്ലെ. 1 1 ആയി, ഓൺ 2 ആയി, പിന്നെ അത് ആരുമായിട്ട് മാറി എന്ന് പറയണം, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് മാറി. ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലെ. ബൈജക്റ്റീവ് ആണെങ്കിൽ ഇൻവേർട്ടിബിൾ ആണ് എഫ് ഇൻവേഴ്സ്. അപ്പൊ എഫ് ഇൻവേഴ്സ് എങ്ങനെ എഴുതാ ചോദിച്ചു കഴിഞ്ഞാല്, എങ്ങനെയാണ്, 1 3 തിരിച്ചിട്ട് എന്ത് വരിക, 3 1, 3 2 തിരിച്ചിട്ട് എന്ത് വരും, 2 3, പിന്നെ അടുത്തത് 1 2 1 തിരിച്ചിട്ട് എന്ത് വരും, നമുക്ക് 1 2. അപ്പൊ ഇതാണ് അതിന്റെ എന്ത് പറയാ, ഇൻവേഴ്സ് വരിക. ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയണം. ഇത് ഫംഗ്ഷൻ എന്നാ പറയേണ്ടത്, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി വേറെ ടൈപ്പിൽ വരും, അപ്പൊ നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. അടുത്തത് എഫ് ഫ്രം ആർ ടു ആർ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x plus 1. ഇത് 1 1 ആണോ, ഓൺ 2 ആണോ, അതായത് ഇൻവേർട്ടിബിൾ ആണോ. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എന്ത് പറയണം, നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. ഇപ്പൊ ഇവിടെ ചെക്ക് ചെയ്യാം, 1 1 ആണോ നോക്കാം. 1 1 ആണോ നോക്കാം, നമ്മൾ എന്താ പറയായിരുന്നു, എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് പറയാം അല്ലെ. അപ്പൊ എന്ത് പറയും, 4x1 plus 1 ഈക്വൽ ടു 4x2 plus 1. അടുത്ത സ്റ്റെപ്പിൽ 1നെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് എഴുതണം, 4x1 ഈക്വൽ ടു 4x2. 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, x1 is equal to x2. അതുകൊണ്ട് therefore f is എന്താ പറയണം, നമുക്ക് 1 1 എന്ത് ഫംഗ്ഷൻ ആയി എന്ന് പറയണം, 1 1 ഫംഗ്ഷൻ ആയി എന്ന് പറയണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ തന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയി, 1 1 ആയി. ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം, ഓൺ ടു ചെക്ക് ചെയ്യണം. ഓൺ ടു ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ പറഞ്ഞ, രണ്ടാമത്തെ സെറ്റിൽ നിന്ന് എല്ലാ എലമെന്റ്സിന് ഇപ്പുറത്ത് ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം എന്ന് പറയണം അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം, അതായത് y എലമെന്റ് ഓഫ് r, നമുക്ക് എന്ത് കണ്ടീഷൻ എടുക്കാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എക്സ് കണ്ടുപിടിക്കാം അല്ലെ. എഫ് ഓഫ് എക്സ് ഇവിടെ എന്തായിരുന്നു, 4x plus 1 ഈക്വൽ ടു y. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതണം, 4x ഈക്വൽ ടു y മൈനസ് 1. എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയണം, y മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയണം അല്ലെ. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് കൂടിയും ചെയ്ത് നോക്കാം അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന് പകരം എന്ത് എഴുതണം, എഫ് ഓഫ് y മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 ആണ് നോക്കണം. അപ്പോ എഫ് ഓഫ് എക്സില് എക്സിന്റെ പ്ലേസിൽ ഇനി എന്ത് കൊടുക്കാം, y മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 റീപ്ലേസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്ത് വരും, 4 ഇൻറ്റു y മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 എന്ന് പറയും. അപ്പൊ 4ഉം 4 കൂടിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു, വിച്ച് ഇസ് ഈക്വൽ ടു y മൈനസ് 1 പ്ലസ് 1 അല്ലെ. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, y എന്ന് വരും അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, y എന്ന് കിട്ടി. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയാം, ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് പറയാം അല്ലെ. ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയണം, 1 1 ആയി, ഓൺ ടു ആയി അല്ലെ. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റുക, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ
എന്ത് കിട്ടി? ബൈജക്റ്റീവ് ആണെങ്കിൽ എന്താ പറയണ്ടേ? ഇൻവേർട്ടിബിൾ ആണെന്ന് പറയണം. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ലേ? എന്താ പറയണം? ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ആര് എക്സിസ്റ്റ് ചെയ്യും? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലെ? അപ്പൊ ഇനി എഫ് ഇൻവേഴ്സ് എങ്ങനെ എഴുതാൻ നോക്കണം. അപ്പൊ നമുക്ക് നോക്കാം. എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു, അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് ഈക്വൽ ടു നേരത്തെ കണ്ടുപിടിച്ചില്ലേ? എന്താണ്? അതായത് ഇവിടെ നേരത്തെ മാച്ച് കളഞ്ഞു. ഇവിടെയാണ് y മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 ഇല്ലേ അല്ലെ? അല്ല, വൈക്ക് പകരം എക്സ് റീപ്ലേസ് ചെയ്തിട്ട് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 എഴുതി. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പൊ ഇത്രയും പറയേണ്ടത്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആവണം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആവണം. ബൈജക്റ്റീവ് ആണെങ്കിൽ അത് ആരായിട്ട് മാറും? 1 1 ആവും, ഓൺ ടു ആവും അല്ലെ? ബൈജക്റ്റീവ് ആണെങ്കിൽ 1 1 ഓൺ ടു ആണെങ്കിലാണ് ആരാവുക? ബൈജക്റ്റീവ് ആവുക. ബൈജക്റ്റീവ് ആണെങ്കിൽ ഇൻവേർട്ടിബിൾ ആവും. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതായത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൺ ടു കണ്ടുപിടിക്കാൻ y എക്സ് ഈക്വൽ ടു എന്താണ്? y മൈനസ് 1 ബൈ 4. അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ ഈ y മൈനസ് 1 വൈക്ക് പകരം എന്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം? എക്സ് റീപ്ലേസ് ചെയ്ത് കൊടുത്തത്. അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 4. ഓക്കെ ആണല്ലോ? അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇങ്ങനെയുള്ള ഈ 4x+1 2x+3 എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഫങ്ഷൻസ് വരുമ്പോ നിങ്ങൾ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അത്രയും കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യന് കൂടി തരാം. ഒരു ക്വസ്റ്റ്യൻ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനാണ്. എഫ് ഫ്രം ആർ ടു ആർ, ആറിൽ നിന്ന് ആറിലേക്കാണ്, ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x+3 ഈസ് ഇൻവേർട്ടിബിൾ. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ ചോദ്യം പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്. തന്നിട്ടുള്ള 2x+3 എന്ന് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണോ എന്ന് പറയണം. ഇൻവേർട്ടിബിൾ ആണോ എന്ന് നോക്കണം അല്ലെ? ഇൻവേർട്ടിബിൾ ആണോ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ബൈജക്റ്റീവ് ആണോ നോക്കണം അല്ലെ? ബൈജക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമ്മള് 1 1 ആണോ നോക്കണം. അതേപോലെ എന്താണോ നോക്കണം? ഓൺ ടു ആണോ നോക്കണം അല്ലെ? തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ഓൺ ടു ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? ബൈജക്റ്റീവ് ആയിട്ട് മാറും. ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടിബിൾ ആവും. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? അപ്പൊ എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാന്നാ പറഞ്ഞത്? അതായത് ഓൺ ടു ആണെന്ന് കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ് കണ്ടുപിടിക്കും. അപ്പൊ അത് എക്സ് വൈന്റെ ടേംസിലാണ് കിട്ടുക. അതിൽ ആ വൈക്ക് പകരം എക്സ് ആക്കിയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് എഴുതാം അല്ലെ? അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് പറഞ്ഞു തരാം. ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്ന് പറയുന്നത് 1 1 ഫംഗ്ഷൻ ആണോ നോക്കണം അല്ലെ? 1 1 ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ പറഞ്ഞേ? അതായത് ഏലുള്ള എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്ത് എന്തുണ്ടായിരിക്കണം? ഡിഫറെന്റ് ഇമേജിക്ക് മാപ്പ് ചെയ്യണം അല്ലെ? അതായത് നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ 2 സെറ്റ് വരച്ചാല് ഏലുള്ള എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്ത് എന്തായിട്ട് മാറണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾ ആരായിട്ട് മാറി? നമുക്ക് 1 1 ഫംഗ്ഷൻ ആയിട്ട് മാറി അല്ലെ? അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട്, അതായത് ഏതെങ്കിലും 2 3 ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് ഒന്നിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താവില്ല? 1 1 ആവില്ല അല്ലെ? 1 1 ആവില്ലെങ്കിൽ അതിനൊരു പേരുണ്ട്. എന്താ പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞേ? മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെയാണല്ലോ പറഞ്ഞത്? എന്താ പറഞ്ഞ? 1 1 ആവില്ലെങ്കിൽ ഇതിന്റെ മറ്റേ പേരാണ് മെനി വൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞത് നമ്മൾ എന്തായിരുന്നു? ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ ഉള്ള എല്ലാ എലമെന്റ്സിനും എന്ത് വേണം? ഇപ്പുറത്തേക്ക് പ്രീ ഇമേജ് വേണം. അത്രേ ഉള്ളൂ അല്ലെ? എന്താണ്? ഈ സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്തേക്ക് എന്ത് വേണം എന്നാ പറയണം? പ്രീ ഇമേജ് വേണം. അതിന് പ്രീ ഇമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ഫംഗ്ഷൻ ആവും എന്ന് പറഞ്ഞു? ഓൺ ടു ഫംഗ്ഷൻ ആവും എന്ന് പറഞ്ഞു. ഓക്കെ, നേരെ മറിച്ച് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ ഉണ്ട്. ഇവിടെ കുറെ എലമെന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇതിനുണ്ട്. ഈ ഒരു എലമെന്റിന് മാത്രം മാപ്പ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ എന്താവില്ല? ഓൺ ടു ആവില്ല അല്ലെ? എന്തുകൊണ്ട് ഓൺ ടു ആവാതിരുന്നേ? 3 ഇവിടെ ഉണ്ട്, സെക്കൻഡ് സെറ്റിലുണ്ട്. പക്ഷെ അതിന് പുറത്തേക്ക് മാപ്പ് ചെയ്യാൻ ഒരു എലമെന്റ് ഇവിടെ ഉണ്ടോ? ഇല്ലായിരുന്നു. അപ്പൊ ആ കേസിൽ അത് എന്തല്ല? പറഞ്ഞിരിക്കുന്ന കേസിൽ അത് ഓൺ ടു അല്ല എന്ന് പറഞ്ഞു അല്ലെ? പിന്നെ നമ്മൾ പഠിച്ച ഫംഗ്ഷന്റെ പേര് എന്താന്നാ പറഞ്ഞേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെ? എന്താ ബൈജക്റ്റീവ് ഫംഗ്ഷൻ പറഞ്ഞാല്? ഒരു ഫംഗ്ഷൻ 1 1 ആവണം, ഓൺ ടു ആവണം. 1 1 ഓൺ ടു ആണെങ്കിൽ അതിനെ ക്ലബ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഫംഗ്ഷൻ എന്ന് പറയും? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ബൈജക്റ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിട്ട് മാറും? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആയിട്ട് മാറും. ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയണം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് കൂടി പറയണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് മെജോറിറ്റി ആയിട്ട് നിങ്ങൾ പോളിനോമിയൽ ഫംഗ്ഷൻസ്, അത് 4x+3 2x+5 അല്ലെങ്കിൽ 7x-1 ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പൊ നന്നായിട്ട് ഒന്നുകൂടി ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ.